ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ആത്മീക ലോകത്തെ സുപ്രസിദ്ധമായ ഒരു പുസ്തകമാണിത്. കാലിഫോർണിയയിലെ റെഡ്ലാൻഡ് സർവകലാശാലയിലെ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ വില്യം ആർ പാർക്കർ ഈ പുസ്തകം രചിച്ചു. ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സർവകലാശാലയിലെ മനോരോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹം. എങ്കിലും മാരകമായ അനേക രോഗങ്ങൾക്ക് അദ്ദേഹം അടിമയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രോഗം കുടലിൽ ബാധിച്ചുകൊണ്ടിരുന്ന വേദനാജനകമായ അൾസറാണ്. ഈ രോഗം വന്നു ചേരുവാൻ ഇടയാക്കിയത് 4 പ്രധാന നിഷേധാത്മകമായ സ്വഭാവം തന്നിൽ ഉള്ളതുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയുമായിരുന്നു. ഭയം, കുറ്റബോധം, അപകർഷതാബോധം, വ്യക്തിവിരോധം എന്നിവയായിരുന്നു ആ 4 നിഷേധാത്മക സ്വഭാവങ്ങൾ. പൂർണ്ണമായി ഈ രോഗകാരണത്തെ ഇല്ലാതാക്കുവാൻ അതേ സർവകലാശാലയിലെ തന്നെ ഉന്നതനായ ഒരു കൗൺസിലറെ കണ്ടു. ഒരു സിറ്റിങ്ങിന് $2500 ആയിരുന്നു അദ്ദേഹം വില പറഞ്ഞത്. 50 സിറ്റിംഗ് എങ്കിലും ആവശ്യമായി വരും. എന്നാൽ അത്രമാത്രം വലിയ തുക മാറ്റിവെക്കുവാൻ വില്യം പാർക്കറുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു പുരോഹിതനെ പരിചയപ്പെട്ടു. തൻ്റെ രോഗം പൂർണ്ണമായി മാറാൻ ഒരേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ എന്നും അത് പ്രാർത്ഥനയാണെന്നും ആ പുരോഹിതൻ നിർദ്ദേശിച്ചു. ഈ രോഗം മാറുവാൻ എത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് അനിവാര്യം എന്നും ആ പുരോഹിതൻ ഉപദേശം നൽകി. തന്നിലെ കുറവുകളായ കുറ്റബോധം, അപകർഷതാബോധം, വ്യക്തിവൈരാഗ്യം, ഭയം ഇവ ഓരോന്നും പൂർണ്ണമായി മാറുവാൻ പാർക്കർ പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥന ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ഏകാഗ്രത നിലനിർത്തുവാൻ, സ്വസ്ഥമായി ഇരിക്കുവാൻ, മനസ്സിനെ ശാന്തതപ്പെടുത്തുവാൻ, തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കുവാൻ അയാൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. നിരന്തരമായ പരിശീലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായി അയാൾ രൂപപ്പെട്ടു. മാസങ്ങൾ കഴിയും തോറും പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിച്ചു. അത്ഭുതകരമായി ഫലം വന്നു ചേരുവാൻ തുടങ്ങി. പിന്നീട് പാർക്കറുടെ ജീവിതം മരിച്ചുയർത്ത ഒരു മനുഷ്യനെ പോലെ അത്രമാത്രം ചൈതന്യമുള്ളതായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ വില്യം പാർക്കർ പൂർണ്ണമായി രോഗത്തിൽ നിന്നും വിടുതൽ നേടി എന്ന് മനസ്സിലാക്കി. അമേരിക്കയിലുള്ള ലക്ഷോപലക്ഷം രോഗികൾക്ക് തൻ്റെ ചികിത്സാ സംവിധാനങ്ങളും ജീവിത അനുഭവങ്ങളും പ്രയോജനീഭവിച്ചു. അതിൻ്റെ സാക്ഷ്യമാണ് പ്രയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ സൃഷ്ടി. പ്രാർത്ഥന മനസ്സിനെ ശാന്തതപ്പെടുത്തി ആത്മീക ഫലത്തെ നൽകുന്നതാണ്. പ്രാർത്ഥന ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബാധിക്കാവുന്ന ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതൽ നൽകുന്ന ശ്രേഷ്ഠ മരുന്നാണ്. പ്രാർത്ഥന നിർമ്മലമായ മനസ്സാക്ഷിയെ ജനിപ്പിക്കുന്ന സ്വർഗീയ ഐരാണ്. പ്രാർത്ഥന അന്ധതയെ മാറ്റി ദിവ്യപ്രകാശം നൽകുന്ന എണ്ണയാണ്. പ്രാർത്ഥന ദുഷ്ടശക്തിയെ കെടുത്തി നന്മയെ ഹൃദയത്തിൽ ജനിപ്പിക്കുന്ന സ്വർഗീയ വിത്താണ്. പ്രാർത്ഥന അഗ്നിയുടെ ഉഗ്രതയെ ഇല്ലാതാക്കി സർവത്തെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. പ്രാർത്ഥന ആത്മാവിൻ്റെ നിശബ്ദ സംസാരമാണ്. ഏവർക്കും ശുഭദിനം. നന്ദി.